ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കോർണർ ആംഗിൾസ് തന്നതിന് ശേഷം ബാക്കിയുള്ള ആംഗിൾസ് കണ്ടുപിടിക്കുകയായിരുന്നു. നെക്സ്റ്റ് ഈ ക്വസ്റ്റ്യനിൽ സെൻട്രൽ ആംഗിൾ ആണ് തന്നിരിക്കുന്നത്. സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഫസ്റ്റ് നമ്മൾ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കുന്നു, അതിനുശേഷം കോർണർ ആംഗിൾ ആണ് കണ്ടുപിടിക്കുന്നത്. സോ ക്വസ്റ്റ്യൻ ഇതാണ്. ചിത്രം ഞാൻ വരയ്ക്കാം. ഇവിടെ സെയിം പ്രൊസീജിയർ നമ്മൾ ആംഗിൾ 1, 2, 3 എന്ന് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതുപോലെ നമ്മൾ ആദ്യം ആംഗിൾ ഇട്ട് കൊടുത്തു. നമുക്ക് ആംഗിൾ 9 = 110 ഡിഗ്രി തന്നിട്ടുണ്ട്. ഓക്കെ, സോ സൊല്യൂഷൻ ഇതാണ്. ഇൻ ഗിവൺ റെക്റ്റാങ്കിൾ PQRS ആംഗിൾ 9 = 110 ഡിഗ്രി. ആംഗിൾ 9 = 110 ഡിഗ്രി സെൻട്രൽ ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട്. സോ ആംഗിൾ 11 = സെയിം 110 ഡിഗ്രി. റീസൺ എന്താണ്? vertically opposite angles are equal. Okay, so angle 11 110 degree കിട്ടി. നെക്സ്റ്റ് ആംഗിൾ 10 ആംഗിൾ 12 കണ്ടുപിടിക്കണം അല്ലേ? നമ്മൾ പറഞ്ഞു നമുക്ക് ഇവിടെ ആംഗിൾ 9. സോ ഇൻ ദിസ് ട്രയാങ്കിൾ QRS angle 9 plus angle 10 = 180 degree. That is linear pair angles = 180 degree. രണ്ട് ട്രയാങ്കിൾ തമ്മിൽ ചേരുന്ന സമയത്ത് ആ സെൻട്രലൈസ്ഡ് ഭാഗം എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് ആംഗിൾ 9 110 ഡിഗ്രി തന്നിട്ടുണ്ട്. ആംഗിൾ 10 = 180 minus 110 ഡിഗ്രി. ദാറ്റ് ഈസ് ലീനിയർ പെയർ ആംഗിൾ. ഓക്കെ, സോ ആംഗിൾ 9 plus angle 10 equal to 180 degree. Angle 9 is 110 degree. ഞാൻ ജസ്റ്റ് ഒരു സ്റ്റാർ മാർക്ക് ഇടാട്ടോ ഓരോ സെക്ഷനായിട്ട് അറിയാൻ. Angle 9 plus angle 10 = 180 degree. Angle 9 is 110 degree plus angle 10 = 180 degree. So angle 10 = 180 degree minus 110 degree. That's equal to 70 degree. Okay, so നമുക്ക് ആംഗിൾ 11 110 ഡിഗ്രി കിട്ടിയിട്ടോ. നെക്സ്റ്റ് ആംഗിൾ 10 = 70 ഡിഗ്രി. ഒരു ബോക്സിലിട്ട് വെക്കുമ്പോൾ നമുക്കത് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ 9 10 11 കണ്ടുപിടിച്ചു. സോ ആംഗിൾ 12 എന്തായിരിക്കും? ഇവിടെ ആംഗിൾ 10 നമുക്ക് 70 ഡിഗ്രി ആണെങ്കിൽ ദാറ്റ് ഈസ് ആംഗിൾ 12 = 70 ഡിഗ്രി. ദാറ്റ് ഈസ് vertically opposite angles are equal. നെക്സ്റ്റ് 12 = 70 ഡിഗ്രി. vertically ഷോർട്ട് ആക്കിയിട്ട് എഴുതാം. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഓക്കെ ഓക്കെ അപ്പോൾ POS in triangle POS angle 1 plus angle 11 plus angle 8 = 180 ഡിഗ്രി അല്ലേ? ആംഗിൾ 11 നമുക്ക് 110 ഡിഗ്രി തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആംഗിൾ 1ഉം 8ഉം കണ്ടുപിടിക്കണം. നമുക്ക് അതിനെ എക്സ് എന്നിട്ട് കൊടുക്കാം. എക്സ് പ്ലസ് ആംഗിൾ 11 is 110 ഡിഗ്രി പ്ലസ് ആംഗിൾ 8ന് നമ്മൾ എക്സ് എന്നിട്ട് കൊടുക്കുന്നു അല്ല, വാല്യൂ അറിയില്ല, 180 ഡിഗ്രി. സോ എക്സ് പ്ലസ് എക്സ് 2x plus 110 degree equal 180 degree. 2x equal 180 minus 110 degree. That's equal 70 degree. Okay, so 2x = 70 degree. X equal 70 by 2. That's equal to 35 degree. Okay, അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടി. എന്താ? 35 degree. 35 degree and angle 8 = 35 degree. അപ്പോൾ ഇവിടെ നമുക്ക് 35 ഡിഗ്രി കിട്ടി, ഇവിടെയും 35 ഡിഗ്രി കിട്ടി. അപ്പോൾ ഈ ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് ഈ ട്രയാങ്കിൾ നോക്കാം. POQ. ഓക്കെ, ഈ ട്രയാങ്കിൾ POQ കോർണർ ആംഗിൾ ആണ്. അപ്പോൾ കോർണർ ആംഗിളിൽ നമുക്ക് ആംഗിൾ 1 = 35 തന്നിട്ട് ആംഗിൾ 2 കണ്ടുപിടിക്കണം. നമുക്കറിയാം കോർണർ ആംഗിൾ ദാറ്റ്സ് ഓഫ് എ റെക്ടാങ്കിൾ ഇസ് 90 ഡിഗ്രി. സോ ആംഗിൾ 1 plus ആംഗിൾ 2 = 90 ഡിഗ്രി. ആംഗിൾ 1 is 35 ഡിഗ്രി plus ആംഗിൾ 2 = 90 ഡിഗ്രി. ആംഗിൾ 2 = 90 minus 35 degree. Okay, so what is 90 minus 35 degree?
അപ്പോൾ നമുക്ക് ആംഗിൾ ടു 55 ഡിഗ്രിന്ന് കിട്ടിയിട്ടുണ്ട്. ആംഗിൾ ടു എന്താണ്? 55 ഡിഗ്രി. ആംഗിൾ ടു ഈക്വൽ 55 ഡിഗ്രി. ഓക്കെ, 1 2 കിട്ടി. ഇനി ആംഗിൾ 3 എന്തായിരിക്കും? നമുക്ക് അറിയാം ക്വസ്റ്റ്യനിൽ ഈക്വൽ സൈഡ് QS PR ഈ ഡയഗണലിൽ നമുക്ക് ആ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ സൈഡ്സ്. ഇങ്ങനെ സിംഗിൾ ടിക്ക് വന്നാൽ അതിൻ്റെ മീനിങ് ഈക്വൽ സൈഡ് എന്നാണ്. സോ ഈക്വൽ സൈഡ് ആണെങ്കിൽ എന്തായിരിക്കും? ഈ കോർണർ ആംഗിൾസും ആംഗിൾ 2 ഈക്വൽ ടു ആംഗിൾ 3 ആയിരിക്കും. ദാറ്റ് ഈസ് OP ഈക്വൽ ടു OQ. സോ ആംഗിൾ 2 ഈക്വൽ ടു ആംഗിൾ 3. ഓക്കെ, ആംഗിൾ 2 ഈക്വൽ ടു 55 ഡിഗ്രി. Therefore, angle 3 equal 55 degree. Reason idana OP equal OQ. Equal side. Okay. So, angle 3 kandupidichu. Now, angle 4 engane kandupidikum? Repeat the process. That is 90 minus angle 3 equal to angle 4. Okay. Angle 3 55 degree. So, angle 4 കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? 90 minus 55 degree. Okay, what is 90 minus 55 degree? 35 degree. Angle 4 35 degree. So, angle 5 equal to അപ്പോൾ എന്തായിരിക്കും? 35 degree. Therefore, angle 5 equal to 35 degree. That is reason എന്താണ്? OQ equal to OR. So, angle 4 equal to angle 5. OQ equal to OR. Space ഇല്ല. ഇത് മായ്ച്ചതിന് ശേഷം ഈ സെക്ഷൻ ചെയ്തതാണ്. Just take the notes. Angle 6 ഉം 7 ഉം കണ്ടുപിടിക്കാം. ഓക്കെ, അതെങ്ങനെ കണ്ടുപിടിക്കാം? In triangle ORS equal to 35 degree. Angle 6 equal angle 5 plus 90 degree minus angle 5. That is 90 minus 35. That's equal to 90 minus 35, 55 degree. Very good. Next. So angle 6 is 55 degree. So how can we find out the angle 7? Angle 7 is also equal to 55 degree. That is reason is OS equal to OR. That is angle 6 equal angle 7. So angle 7 equal to 55 degree. So നമുക്ക് എല്ലാത്തിൻ്റെയും ആംഗിൾസ് കിട്ടി. ഓക്കെ, ഈസിയാണ്. സെയിം പ്രൊസീജിയർ തന്നെയാണ് തന്നിരിക്കുന്നത്. ഇപ്പോൾ ആംഗിൾ 3 ആണ് നമുക്ക് കോർണർ ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ ആസ് യൂഷ്വൽ ഈ ട്രയാങ്കിൾ കണ്ടുപിടിക്കാം ആദ്യം. അതിനുശേഷം കോർണർ ആംഗിൾസ് കണ്ടുപിടിച്ചതിന് ശേഷം സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കുക. സെൻട്രൽ ആംഗിൾ ആണ് ആദ്യം തരുന്നതെങ്കിൽ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിച്ചതിന് ശേഷം കോർണർ ആംഗിൾസ് കണ്ടുപിടിക്കാം. എപ്പോഴും മറക്കാതിരിക്കുക, എല്ലാത്തിനും ആംഗിൾ 1 2 3 ഇട്ട് കൊടുക്കാം. ഓക്കെ, സോ അതിൻ്റെ ഫൈനലായിട്ടുള്ള എല്ലാ ആൻസേഴ്സും ഞാൻ ഇവിടെ എഴുതി കാണിക്കാം.